സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വെർച്വൽ ടീച്ചിങ്. നമ്മളിന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് FM-ൻ്റെ സെക്കൻഡ് ക്ലാസ് ആണ്. നമ്മൾ ഓൾറെഡി ക്ലാസ് 1 അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായി. നിങ്ങൾ ക്ലാസ് 1 കണ്ടിട്ടില്ലെങ്കിൽ ക്ലാസ് 1 കാണാം. അതിൽ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ബാക്കിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഓവർ ക്യാപിറ്റലൈസേഷനും അതേപോലെ തന്നെ അണ്ടർ ക്യാപിറ്റലൈസേഷൻ. ഓവർ ക്യാപിറ്റലൈസേഷൻ്റെയും അണ്ടർ ക്യാപിറ്റലൈസേഷൻ്റെയും ഡിഫറൻസുകളാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ഓവർ ക്യാപിറ്റലൈസേഷൻ എന്താണ്? ഓവർ ക്യാപിറ്റലൈസേഷൻ നമ്മുടെ കമ്പനിയിലുള്ള അസറ്റുകൾ, നമുക്ക് കമ്പനിയിലുള്ള അസറ്റിൻ്റെ വാല്യൂവിനേക്കാളും കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാപിറ്റൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഓവർ ക്യാപിറ്റലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ നമ്മൾക്ക് കമ്പനിയിൽ ഇപ്പോൾ കിട്ടുന്ന, ഇപ്പോൾ നമ്മളൊരു 50 ലക്ഷം രൂപയുടെ ക്യാപിറ്റൽ റേസ് ചെയ്തിട്ടുണ്ട്, 50 ലാക്കിൻ്റെ ക്യാപിറ്റൽ റേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കമ്പനിയിൽ ആ കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു 30 ലാക്ക് ഉണ്ടെങ്കിൽ, 30 ലാക്ക് ഉള്ളൂ. ഈ ക്യാപിറ്റൽ റേസ് ചെയ്തിട്ട് ആകെ ഉണ്ടാക്കുന്ന 30 ലാക്ക് ആണെങ്കിൽ ബാക്കിയുള്ള 20 ലാക്കാണ് എന്ത്, ഈ പറയുന്ന ഓവർ ക്യാപിറ്റലൈസേഷൻ. ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇത് മാത്രമേ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളെങ്കിൽ, ഇതിൻ്റെ ആവശ്യം ഉണ്ടായില്ലെങ്കിൽ ഈ 20 ലാക്കാണ് എന്ത്, ഓവർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നോക്കാം. The overcapitalization is a financial condition of a company in which its total debt and equity outstanding significantly exceeding the value of its asset. ഈ ടോട്ടൽ ഡെറ്റ് ആൻഡ് ഇക്വിറ്റി ഔട്ട്സ്റ്റാൻഡിങ് എന്താണ്? നമ്മൾ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന 2-3 മെത്തേഡ്സ് ആണ്. എന്ത്, നമ്മൾ ഒന്നില്ലെങ്കിൽ ലോൺ റേസ് ചെയ്യും, അല്ലേ? ലോൺ റേസ് ചെയ്യും, അല്ലെങ്കിൽ വേണമെങ്കിൽ എന്താണ്, നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും. ലൈക്ക് ഇതിൻ്റെ ഓണേഴ്സ് തന്നെ എന്ത് ചെയ്യും, ക്യാപിറ്റൽ കൊണ്ടുവരും. ഒന്നില്ലെങ്കിൽ ഓണേഴ്സ് കൊണ്ടുവരും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കടമെടുക്കും, അല്ലേ? അങ്ങനെ നമ്മൾ ക്യാപിറ്റൽ റേസ് ചെയ്യുമ്പോൾ അത് ഈ നമ്മുടെ കമ്പനിയിലെ അസറ്റുകളുടെ വാല്യൂക്കാളും കൂടുതലാണെങ്കിൽ, അത്ര അസറ്റ് നമുക്ക് ഇല്ലെങ്കിൽ അതാണ് എന്ത്, ഓവർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്, അണ്ടർ ക്യാപിറ്റലൈസേഷനിൽ വരുന്നത്. അണ്ടർ ക്യാപിറ്റലൈസേഷൻ ഈസ് എ ഫിനാൻഷ്യൽ കണ്ടീഷൻ ഓഫ് എ കമ്പനി ഇൻ വിച്ച് ദ വാല്യൂ ഓഫ് ഇറ്റ്സ് ക്യാപിറ്റൽ ഈസ് സിഗ്നിഫിക്കൻ്റ്ലി ലോവർ ദാൻ എക്സീഡിങ് ദ വാല്യൂ ഓഫ് ഇറ്റ്സ് അസറ്റ്. നമ്മുടെ കമ്പനിയിലുള്ള അസറ്റിൻ്റെ വാല്യൂയേക്കാളും വളരെ കുറവാണ് എന്ത്, ക്യാപിറ്റൽ. നമ്മുടെ കമ്പനിക്ക് ഇപ്പോൾ അസറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത് ചിലപ്പോൾ ഇതിനും കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു, ഇതിനും കൂടുതൽ ക്യാപിറ്റൽ ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള അസറ്റുകളെക്കാളും വളരെ കുറവാണ് എന്ത്, നമ്മുടെ ഇവിടെയുള്ള ക്യാപിറ്റൽ എന്ന് പറയുകയാണെങ്കിൽ അതാണ് അണ്ടർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിൻ്റെ അടുത്ത ഡിഫറൻസ്, രണ്ടാമത്തെ പോയിന്റ്. ഫസ്റ്റ് പോയിന്റ് ഡിസ്കസ് ചെയ്തു. സെക്കൻഡ് പോയിന്റ് ആണ് ഓവർ ക്യാപിറ്റലൈസേഷൻ ഇൻഡിക്കേറ്റ് എ സിറ്റുവേഷൻ ഓഫ് ഓവർ ഫണ്ട്, അല്ലേ? നമ്മുടെ കമ്പനിക്ക് ആവശ്യത്തിനും അധികം നമ്മൾ ഫണ്ട് റേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ എന്താണ്, കുറേ കാശ് നമ്മുടെ ഇരിക്കുന്നുണ്ട്, അനാവശ്യമായിട്ട് കുറേ കാശ് ഉണ്ടെങ്കിൽ അതാണെന്ത്, ഓവർ ക്യാപിറ്റലൈസേഷൻ. എന്നാൽ നമ്മുടെ ഈ അണ്ടർ ക്യാപിറ്റലൈസേഷൻ എന്താണ്, നമ്മുടെ കയ്യിൽ പ്രോപ്പറായിട്ട് വേണ്ട ക്യാഷ് ഇല്ല. ഓക്കെ, നമുക്ക് വേണ്ട ക്യാഷ് ഇല്ല, നമുക്ക് കുറച്ചുകൂടിയും ക്യാഷ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, കുറച്ചുകൂടിയും ബിസിനസ്സൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ അണ്ടർ ഫണ്ടിങ് ആണ് എന്ത്, അണ്ടർ ക്യാപിറ്റലൈസേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇനി തേർഡ് പോയിന്റ് ആണ് ഓവർ ക്യാപിറ്റലൈസേഷൻ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുള്ളത്. ഒന്നാമത്തത്, നമ്മുടെ ആ ഒരു സമയത്ത് നമുക്ക് ഇപ്പോൾ ബാലൻസ് ഷീറ്റ് അതുപോലെ തന്നെ PL അക്കൗണ്ടൊക്കെ ഉണ്ടാക്കുമല്ലോ. ചിലപ്പോൾ ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ ഫണ്ടിൻ്റെ റിക്വയർമെൻറ്റ് ഓവറായിട്ട് എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മുടെ ഫണ്ട് റിക്വയർമെൻറ്റ് ഓവർ എസ്റ്റിമേഷൻ ഒരു കാരണമായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടിയില്ല, നമുക്ക് വേണ്ട അത്രയും റിട്ടേൺ കിട്ടിയില്ല, നമുക്ക് ലോ റിട്ടേൺ ആണ് കിട്ടിയത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ എന്താണ്, 50 ലക്ഷം നമ്മൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തു, പക്ഷെ നമുക്ക് ആ കിട്ടിയ റിട്ടേൺ എത്രയാണ്, 30 ലാക്ക് ആണെങ്കിൽ ബാക്കിയുള്ള ഈ 20 ലാക്ക് എന്ത് പറ്റി, അവിടെ ഓവർ ക്യാപിറ്റലൈസേഷൻ. എന്തുകൊണ്ടാണ്, അവിടെ നമുക്ക് പ്രത്യേകിച്ച് റിട്ടേൺ ഒന്നും കിട്ടിയില്ല, അത്രയും ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലായിരുന്നു. ആകെ 30 ലാക്കിൽ വെച്ച് നമ്മൾ നിർത്തണമായിരുന്നു. അതാണ് തേർഡ് പോയിന്റ്. ഇനി അതിൻ്റെ തന്നെ അണ്ടർ ക്യാപിറ്റലൈസേഷൻ എന്താ പറയുന്നത്, ഇറ്റ് ക്യാൻ ബി കോസ്ഡ് ബൈ സെവറൽ റീസൺസ്. എന്തൊക്കെ റീസൺ കൊണ്ടാണ് അണ്ടർ ക്യാപിറ്റലൈസേഷൻ ഉണ്ടാവുക? മറ്റ് സെയിം റീസൺ തന്നെ. എന്താണ്, ഈ പറയുന്ന നമ്മൾ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ് പ്രോപ്പറായിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തില്ല, ഇൻകറക്റ്റ് എസ്റ്റിമേഷൻ ഓഫ് ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്. അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് നമുക്ക് ക്യാപിറ്റലിൻ്റെ ഫോമിലോ അല്ലെങ്കിൽ ലോൺ എടുക്കുന്ന രീതിയിലോ നമുക്ക് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല, അതൊരു കാരണമാവാം. പിന്നെന്താണ്, ഫണ്ടിങ് ത്രൂ എക്സ്പെൻസീവ് ഷോർട്ട് ടേം ഡെറ്റ്സ്. നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നും നോക്കാണ്ട് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷോർട്ട് ടേം ഡെറ്റ്സിലൂടെ നമ്മൾ ഫണ്ട് റേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എന്തായിരിക്കും, ഇതിനൊരു കാരണമായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള റീസൺസ് ഫോർ നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള അണ്ടർ ക്യാപിറ്റലൈസേഷനോ അല്ലെങ്കിൽ ഓവർ ക്യാപിറ്റലൈസേഷൻ ഉണ്ടാവാനുള്ള കാരണങ്ങൾ. നെക്സ്റ്റ് പോയിന്റ് ആണ്
എന്താണ് ദ കീ ബെനിഫിറ്റ് ഓഫ് ഓവർ ക്യാപിറ്റലൈസേഷൻ ഈസ് ദ കമ്പനി ഹാസ് സഫിഷ്യൻറ്റ് ഫണ്ട് ടു അണ്ടർടേക്ക് എക്സ്പാൻഷൻ ഓഫ് ഇറ്റ്സ് ഓപ്പറേഷൻ. ഇനി നമ്മളിതിനൊരു പോസിറ്റീവ് ആസ്പെക്ട്സിൽ എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റുക? നമുക്കിപ്പോൾ ഓവർ ക്യാപിറ്റലൈസേഷൻ എന്താ ഗുണം? നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ബാക്കി കാശുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഒരു എക്സ്പാൻഷൻ ആക്ടിവിറ്റിയിലേക്കോ അല്ലെങ്കിൽ വേറെ എന്തിലേക്ക് നമുക്ക് ആ ഫണ്ട് എന്ത് ചെയ്യും, യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ലേ? നമുക്ക് ഫണ്ട് കുറേ ഉണ്ടെങ്കിൽ നമുക്ക് അത് നമ്മുടെ ഒരു ബിസിനസ് എക്സ്പാൻഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്തിന് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി അണ്ടർ ക്യാപിറ്റലൈസേഷൻ്റെ ഗുണം എന്താണ്? കമ്പനിക്ക് വേണമെങ്കിൽ കൂടുതൽ റിട്ടേൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ പറഞ്ഞു 50 ലാക്കിൽ നിന്ന് 30 ലാക്ക് യൂസ് ചെയ്തു, ബാക്കി 20 ലക്ഷം പോയി. നേരെ മറിച്ച് ഇപ്പോൾ 50 ലാക്ക് അതിന് പകരം നമ്മൾ ഒരു 20 ലാക്ക് ഇൻവെസ്റ്റ് ചെയ്തുള്ളൂ. പക്ഷേ 20 ലാക്കിൽ നമുക്ക് 30 ലാക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ടാർഗറ്റ് ഇപ്പോൾ 50 ലാക്ക് ആയിരിക്കാം, പക്ഷേ 30 ലാക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് മനസ്സിലായത്? നമ്മൾ കുറച്ച് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കൂടുതൽ റിട്ടേൺസ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു അണ്ടർ ക്യാപിറ്റലൈസേഷൻ്റെ കീ ബെനിഫിറ്റാണ് കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ ക്യാപിറ്റൽ, കൂടുതൽ റിട്ടേൺസ് ഏൺ ചെയ്യാൻ പറ്റും വിത്ത് ലെസ് ക്യാപിറ്റൽ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ പറയുന്ന ഓവർ ക്യാപിറ്റലൈസേഷൻ്റെയും അണ്ടർ ക്യാപിറ്റലൈസേഷൻ്റെയും ഡിഫറൻസ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ടോപ്പിക്കാണ് എന്താണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. സോ വാട്ട് ഈസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നമ്മൾ ബഡ്ജറ്റിംഗ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മൾക്കിപ്പോൾ കമ്പനിക്ക് ഒരു വർഷത്തെ കൂടുതൽ ഫ്യൂച്ചറിൽ ഒരു വർഷത്തേക്കാൾ കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്ന ഒന്നിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഈസ് എ പ്രോസസ് ഓഫ് മേക്കിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഇൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആസ് എ എക്സ്പെൻഡിച്ചർ ഇൻക്യൂർഡ് ഫോർ അക്വയറിംഗ് ഓർ ഇംപ്രൂവിംഗ് എ ഫിക്സഡ് അസറ്റ്. നമ്മുടെ കമ്പനിയിലേക്ക് ഇപ്പം നമ്മുടെ കമ്പനിയിലേക്ക് ഒരു പുതിയ മെഷീൻ മേടിച്ചു, എക്സ് എന്നൊരു മെഷീൻ മേടിച്ചു. ഓക്കെ, ഈ എക്സ് മെഷീൻ മേടിക്കുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് എന്തുണ്ടാവും? നമുക്ക് അവിടെ ചിലവുണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1 lakh ആണ് എനിക്ക് വന്ന ചിലവെന്ന് കരുതുക. ഈ ചിലവെന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് അല്ലേ? നമ്മൾ ക്യാപിറ്റലിന് വേണ്ടി ചിലവാക്കിയ കാശ് എന്ന് പറയുമ്പോൾ അതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് നമുക്ക് എന്ത് ചെയ്യണം? ഈ എക്സ്പെൻഡിച്ചർ ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവണ്ടേ? അതിലേക്ക് ഫണ്ട് റേസ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു അസറ്റ് മേടിക്കാൻ വേണ്ടി നമുക്ക് ഫണ്ട് വരും, അതിന് നമ്മൾ എന്ത് വിളിക്കും? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കും. ആ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലേക്ക് നമ്മൾ ഫണ്ട് റേസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഒരിക്കലും എന്തല്ല, നമുക്ക് നഷ്ടമല്ല. കാരണം എന്താ? ഈ ഒരു ക്യാപിറ്റൽ ബഡ്ജറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ 1 lakhന്റെ ബെനിഫിറ്റ് ആ ഒരു വർഷം മാത്രമല്ല, ഫസ്റ്റ് ഇയർ കിട്ടും, സെക്കൻഡ് ഇയർ കിട്ടും, അങ്ങനെ ചിലപ്പോൾ നമുക്കൊരു 15 years വരെ ഈ പറയുന്ന 1 lakhന്റെ ബെനിഫിറ്റ്സ് നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു നമുക്കൊരു നഷ്ടമല്ല. ഇനി ഈ മെഷീൻ മേടിക്കാൻ മാത്രമല്ല നമുക്കിത് ഉപയോഗിക്കാൻ പറ്റാം, പിന്നെ എന്തിനു ഉപയോഗിക്കാൻ പറ്റും? മെഷീൻ മേടിക്കുന്ന കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ മെഷീൻ്റെ റിപ്പയറിന് ഉപയോഗിക്കും അല്ലേ? ഇപ്പം എൻ്റെ ഒരു എക്സ് എന്ന മെഷീൻ ഉണ്ട്, അത് ചെറുതായിട്ടൊന്ന് കേടായിട്ടുണ്ട്, അത് കളയേണ്ട ആവശ്യമില്ല, നന്നാക്കി ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഒന്നുകൂടി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ശരിയാക്കി എടുക്കും. അപ്പോൾ അതെന്ത് ചെയ്യും? അപ്പോൾ അവിടെ വെച്ചിട്ട് എനിക്കൊരു 20,000 രൂപ നഷ്ടം വന്നു. ഇത്രയാണ് എൻ്റെ എക്സ്പെൻഡിച്ചർ ആയത്, ഇത്രയാണ് എൻ്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇത് ഞാൻ എന്ത് ചെയ്യും? ക്യാപിറ്റൽ ബഡ്ജറ്റ്, കാരണം ഇത് ക്യാപിറ്റൽ അസറ്റ് ആണല്ലോ, മെഷീൻ ഒരു ക്യാപിറ്റൽ അസറ്റ് ആണ്, അപ്പോൾ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് അസറ്റ് ആണ്. അപ്പോൾ ആ അസറ്റിലേക്ക് ഞാൻ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്താലും അതെന്തായിരിക്കും? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? അവിടേക്ക് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ചെയ്തു. മനസ്സിലായില്ലേ? അപ്പോൾ എനിക്ക് എന്തുകൊണ്ട് കിട്ടും? ഈ 20,000 വെച്ച് ഇത് ശരിയാക്കിക്കൊണ്ട് തന്നെ ഇതിൻ്റെ ബെനിഫിറ്റ് എനിക്കിനി 1 year 2 year 3 year മാക്സിമം പോയിക്കഴിഞ്ഞാൽ ഒരു 5 year വരെ നമുക്ക് കിട്ടുന്നതായിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഈസ് എ പ്രോസസ് ഓഫ് മേക്കിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഇൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആസ് ദ എക്സ്പെൻഡിച്ചർ ഇൻക്യൂർഡ് ഫോർ അക്വയറിംഗ് ഓൺ ഇംപ്രൂവിംഗ് ദ ഫിക്സഡ് അസറ്റ് ഫോർ ബെനിഫിറ്റ് ഓഫ് വിച്ച് ആർ എക്സ്പെക്റ്റഡ് ടു ബി റിസീവ്ഡ് ഓവർ നമ്പർ ഓഫ് ഇയേഴ്സ് ഇൻ ഫ്യൂച്ചർ. അതിന് ബെനിഫിറ്റ് നമുക്ക് എന്ത് കിട്ടും? കുറേ വർഷങ്ങൾ നമുക്ക് ബെനിഫിറ്റ് എൻജോയ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് ബിയോണ്ട് 1 year കിട്ടുന്നതാണ്. അതാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് പേ ബാക്ക് പീരീഡ്. എന്താണ് പേ ബാക്ക് പീരീഡ്? നമ്മളിപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ എന്ത് ചെയ്തു? ഇൻവെസ്റ്റ് ചെയ്തു. ഫോർ എക്സാമ്പിൾ നമ്മളൊരു 10 yearsലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്. എന്ന് തൊട്ടാണോ ഇതിൻ്റെ ആ ഒരു ഒറിജിൻ നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്തു അതിനേക്കാൾ ലാഭം കിട്ടി തുടങ്ങുന്നത്,
അപ്പം തൊട്ട് വിളിക്കുന്ന പേരാണ് അതിനെ പേ ബാക്ക് പീരീഡ് എന്ന് വിളിക്കുന്ന നോക്കാം. ഇറ്റ് റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് ഇയേഴ്സ് റിക്വയർഡ് ടു റീകൂപ്പ് ദ ഒറിജിനൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ എ പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നമുക്ക് റീകൂപ്പ് ചെയ്ത് കിട്ടാൻ തുടങ്ങുന്ന ആ ഒരു ടൈം പീരീഡ് ആണ് പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഒറിജിനൽ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് തിരിച്ച് പിടിക്കാൻ പറ്റുന്ന സമയം തൊട്ട് വിളിക്കുന്ന പേരാണ് പേ ബാക്ക്. നമുക്ക് തിരിച്ച് കിട്ടാണ് പേ ബാക്ക് പീരീഡ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്താണ് NPV ആൻഡ് IRR. എന്താണ്? നെറ്റ് പ്രസന്റ് വാല്യൂ ആൻഡ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ. എന്താണ് നെറ്റ് പ്രസന്റ് വാല്യൂ ആൻഡ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ? എന്താണ് നെറ്റ് പ്രസന്റ് വാല്യൂ? നമുക്ക് അറിയാം, ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇത് രണ്ടും എന്താണ്, ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രൊജക്റ്റിൽ ഡിപ്പെൻഡ് ചെയ്തുള്ള ടേംസ് ആണ് NPV അതുപോലെ തന്നെ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ. നമ്മൾ ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും അവിടെ എന്തുണ്ടാവും? പ്രൊജക്റ്റിലേക്ക് നമ്മൾ ഉറപ്പായിട്ടും ക്യാഷ് ഇൻഫ്ലോ ഉണ്ടാവും. നമ്മൾ ക്യാഷ് അതിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ? ഇൻവെസ്റ്റ്മെന്റിലേക്ക് നമ്മൾ ക്യാഷ് ഇട്ട് കൊടുക്കും. അതുപോലെ അവിടെ എന്തുണ്ടാവും? ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാവും. നമുക്ക് അതിൽ നിന്ന് കുറച്ച് ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കുറച്ച് ക്യാഷ് ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യും അല്ലേ? അപ്പോൾ എന്തോരം ക്യാഷ് ഇൻഫ്ലോയിൽ നിന്ന് എന്തോരം ക്യാഷ് ഫ്ലോയിൽ ഒരു എക്സസ് ഉണ്ട്, ആ ഡിഫറൻസ് ഇല്ലേ, ആ ഒരു ഡിഫറൻസിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈ പറഞ്ഞിട്ടുള്ള നെറ്റ് പ്രസന്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. ദ എക്സസ് ഓഫ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഓവർ ദ ക്യാഷ് ഔട്ട്ഫ്ലോ. ക്യാഷ് ഇൻഫ്ലോ മൈനസ് ക്യാഷ് ഔട്ട്ഫ്ലോ ആണെന്ത്? നെറ്റ് പ്രസന്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. ക്യാഷ് നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്തു? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ 1 lakh ഇൻവെസ്റ്റ് ചെയ്തു, എനിക്ക് കിട്ടിയത് 1,50,000 ആണെങ്കിൽ എൻ്റെ ഇവിടുത്തെ ക്യാഷ് നെറ്റ് പ്രസന്റ് വാല്യൂ എത്രയാണ്? 50,000 ആണ് എനിക്ക് ഇവിടുത്തെ നെറ്റ് പ്രസന്റ് വാല്യൂ. അതെങ്ങനെ കിട്ടിയത്? നമ്മുടെ പ്രസന്റ് ക്യാഷ് ഇൻഫ്ലോ നിന്ന് പ്രസന്റ് ക്യാഷ് ഔട്ട്ഫ്ലോയിൽ എത്ര എക്സസ് ഉണ്ട് നോക്കുന്നതാണ് നെറ്റ് പ്രസന്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നെറ്റ് പ്രസന്റ് വാല്യൂ. കിട്ടിയല്ലോ? ഇനി എന്താണ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ? ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോ ടു ദ കോസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഔട്ട്ലേ. നമ്മളിപ്പോൾ 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ ആഫ്റ്റർ 2 years എനിക്ക് എത്ര ക്യാഷ് ഇൻഫ്ലോ ഉണ്ടാകും, എക്സ്പെക്റ്റഡ് ക്യാഷ് ഇൻഫ്ലോ, എത്ര ക്യാഷ് ഇൻഫ്ലോ ഉണ്ടാകും എന്ന് നോക്കുന്ന ഒന്നാണ് ഈ പറയുന്ന IRR. ഇപ്പോഴത്തെ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റ് എത്രയാണ്? ഇപ്പോൾ എനിക്ക് ഈ സാധനം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ ഗോൾഡിൽ ഒരു 5 കൊല്ലം മുമ്പാണ് ഒരു 3 years ബാക്കാണ് ഞാൻ ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ, 3 or 4 years ബാക്ക് ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഒരു 40,000 തൊട്ട് 50,000 രൂപയുടെ തന്നെ എനിക്ക് എന്ത് കിട്ടായിരുന്നു? 1 പവൻ ഗോൾഡ് കിട്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ അപ്പത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യം. ഇനി ഞാൻ ഇതേ സാധനം ഫ്യൂച്ചറിൽ ഇപ്പം ഞാൻ ജീവിക്കുന്നത് 2023 കരുതാം. ഓക്കെ, ഞാനിപ്പോൾ 2023 ജീവിക്കുന്നത്. ആ സമയത്ത് എൻ്റെ ഗോൾഡിൻ്റെ വില എന്ന് പറയുന്നത് ഒരു 40,000 to 50,000 ആയിരുന്നു. അന്ന് എനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഔട്ട്ലേ, എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കോസ്റ്റ് വരിക ജസ്റ്റ് ഒരു 50,000 ആണെന്ന് കരുതാം. ഓക്കെ, പക്ഷേ ഞാൻ അന്ന് 2023 എന്ന് ചിന്തിക്കുകയാണ്, 2025 എനിക്ക് എന്തോരം കോസ്റ്റ് വരും എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണ് 2025 എനിക്ക് എത്ര വരുന്നത്? 2025 എനിക്ക് വരുന്നത് ഇപ്പം എത്ര വരും? എനിക്കൊരു 80,000 അല്ലേ? ഒരു 80,000 ഒക്കെ എനിക്ക് എന്ത് വരുന്നുണ്ട്? ഗോൾഡിൻ്റെ വാല്യൂ വരുന്നുണ്ട്, 1 പവന് വില വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ എനിക്കെന്താണ് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇൻഫ്ലോ എനിക്ക് കൂടുതലിടണം അല്ലേ? ഇതിനേക്കാളും ഒരു 30,000 രൂപ ഞാൻ കൂടുതലിട്ടാൽ മാത്രമേ എനിക്ക് 2025 1 പവൻ വാങ്ങിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ ദ കോസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്ലേ ഇപ്പോഴത്തെ ടു ദ എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? IRR എന്ന് വിളിക്കുക. ഓക്കെ, നെക്സ്റ്റ് ആണ് വാട്ട് ആർ ദ സോഴ്സസ് യൂസ്ഡ് ഫോർ ഫിനാൻസിങ് ടെമ്പററി റിക്വയർമെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ എന്താണ് ഈ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് നമുക്ക് നോക്കാം. സോ എന്താണ് ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ? നമ്മുടെ ഫിക്സഡ് ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റലും ഉൾപ്പെടാണ്ട് നമുക്ക് വേണ്ടി വരുന്ന ഒരു വേറെ ടൈപ്പ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലാണ് ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ എന്താണ്? ഫിക്സഡ് ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റലും ഉൾപ്പെടാണ്ട് നമുക്ക് വേണ്ടി വരുന്ന വേറൊരു ടൈപ്പ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലാണ് ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചില എമർജൻസികൾ അല്ലെങ്കിൽ സീസണൽ വേരിയേഷൻസ് കാരണമൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് ആവശ്യം വരാം. ഓക്കെ, അപ്പോൾ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് 2 ഡിവൈഡ് ചെയ്യാൻ പറ്റും. സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്, അതേപോലെ തന്നെ സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്. എന്തൊക്കെയുണ്ട്? സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്, സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്. എന്താണ് സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ? നമ്മുടെ ഏതൊരു സീസണൽ നീഡ് ഓഫ് ദ ഫേം മാത്രം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള വർക്കിംഗ് ക്യാപിറ്റൽ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കൊടയുടെ കേസ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു അംബ്രല്ലയുടെ കമ്പനി ആണെങ്കിൽ ആ അംബ്രല്ലയുടെ കമ്പനിക്ക് മഴക്കാലത്ത് എന്തായിരിക്കും
സാധാ മഴക്കാലത്ത് അവർക്ക് സാധാ ഡിമാൻഡൊക്കെ ഉണ്ടാവുക. പക്ഷേ മഴക്കാലം പിന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് പോവാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജൂൺ ടു സെപ്റ്റംബർ തീരേണ്ട മഴ ഒരു ഒക്ടോബർ മാസം വരെ നീണ്ടു പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഒക്ടോബറിൽ അവർക്ക് എന്തുണ്ടാവും, അവർക്ക് കുടയുടെ ആവശ്യം, വിറ്റ് പോകേണ്ട ആവശ്യം വരും. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ അത് അവർ സീൻ ചെയ്തിട്ടൊരു ഡിമാൻഡ് ആയിരിക്കില്ല. ആ ടൈമിൽ അങ്ങനെ ഡിമാൻഡ് വരുമെന്ന് പ്രതീക്ഷ ഉണ്ടാവില്ല. അവർക്കൊരു ഓഫ് സീസൺ ആയിരിക്കും കരുതിയ സമയത്ത് പെട്ടെന്ന് മഴ നിൽക്കാണ്ട് വരികയാണെങ്കിൽ അവർക്ക് ഡിമാൻഡ് വരികയും പെട്ടെന്ന് അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, വർക്കിംഗ് ക്യാപിറ്റൽ റേസ് ചെയ്ത് പ്രൊഡക്ഷൻ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. റോ മെറ്റീരിയലൊക്കെ ഒപ്പിച്ച് പ്രൊഡക്ഷൻ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ആ ഒരു ഫേമിൻ്റെ സീസണൽ നീഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വർക്കിംഗ് ക്യാപിറ്റലാണ് എന്താ, സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി എന്താണ് സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ? നമുക്കിപ്പോൾ പെട്ടെന്ന് ഒരു എക്സ്ട്രാ ഓർഡിനറി നീഡ് വരാണ്, ഒരു എമർജൻസി കാരണം, ലൈക്ക് ഫോർ എക്സാമ്പിൾ സ്ട്രൈക്ക്, അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് കോമ്പറ്റീഷൻ, പുതിയൊരു കട തുടങ്ങാൻ പോകണു, അല്ലെങ്കിൽ പുതിയൊരു ഒരു പ്രൊഡക്റ്റിൻ്റെ ലോഞ്ച് ചെയ്യാൻ പോകണു. അങ്ങനെയൊക്കെ വന്നപ്പോൾ നമുക്ക് പെട്ടെന്നൊരു കോമ്പറ്റീഷൻ, പെട്ടെന്നൊരു എമർജൻസി വരികയാണെങ്കിൽ അപ്പോൾ നമ്മൾ പെട്ടെന്ന് പിടിച്ചിക്കാൻ വേണ്ടി റേസ് ചെയ്യുന്ന ക്യാപിറ്റലാണ് സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്, സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്. ഇനി എങ്ങനെയൊക്കെയാണ് ഈ പറയുന്ന ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് റേസ് ചെയ്യാൻ പറ്റുക? സിമ്പിളായിട്ട് നമുക്ക് ജസ്റ്റ് നോക്കി വയ്ക്കുക. എന്തൊക്കെയാണ്? ട്രേഡ് ക്രെഡിറ്റിലൂടെയോ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിലൂടെയോ, ഇന്റർ കോർപ്പറേറ്റ് ഡെപ്പോസിറ്റ്സോ, കൊമേഴ്ഷ്യൽ പേപ്പർ, ബാങ്ക്, അഡ്വാൻസസ് റിസീവ്ഡ് ഫ്രം കസ്റ്റമേഴ്സ്, ഷോർട്ട് ടേം പ്രൊവിഷൻസ്, അങ്ങനെ പല പല സോഴ്സോടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന വർക്കിംഗ് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം, അവരും പഠിക്കട്ടെ. വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.